അന്ന ജോൺസിൻ്റെ കെയർ ഓഫിലാണ് ഞാൻ യു എയിലേക്ക് വരുന്നത്. എൻ്റെ ഒരു 1,50,000 രൂപയോളം അവരെന്നെ പറ്റിച്ചു. അവരൊന്ന് കോൾ എടുക്കുകയോ എൻ്റെ മെസ്സേജസിന് എന്തെങ്കിലും റിപ്ലൈ ചെയ്യുകയോ ഒന്നും ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു അഹ്ലാം ജോബ്സ് എന്ന് പറയുന്ന ട്രാവൽസ് വഴിയാണ് ഇവരെന്നെ കണക്ട് ചെയ്ത് യു എയിലേക്ക് വിട്ടത്. കണ്ടോ, എല്ലാവരുടെയും COS വന്നു. നീ കാരണം ലേറ്റ് ആകുമ്പോൾ എന്താ പറയുക, വല്ല റൂൾസും ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ആ ബ്രാക്ക് എനിക്കും കൂടെ കിട്ടും. റൂൾസ് ചേഞ്ച് ആവുകയാണ് ഡിസംബറിൽ, മനസ്സിലായോ? പിന്നെ ആർക്കും സ്കിൽഡ് വർക്കർ എന്ന് പറഞ്ഞ ഡിഗ്രിക്കാർക്ക് മോളെ ഇനി വെയിറ്റ് ചെയ്യാൻ അധികം സമയമില്ല. നീ എനിക്ക് സൺഡേ അല്ലെങ്കിൽ മൺഡേ എനിക്ക് നീ കറക്റ്റ് യെസ് ഓർ നോ എന്നുള്ളത് എൻ്റെ അടുത്ത് പറയണേ. കാരണം എനിക്കിങ്ങനെ കയറില്ലാതെ എനിക്ക് അവരെ കെട്ടിയിടാൻ പറ്റില്ല. അപ്പോൾ അവരവരുടെ വഴി മോളെ UK കെയർ സർവീസ് സ്റ്റോപ്പ് ചെയ്യാണ്. അതിന് മുമ്പ് നമുക്ക് പ്രോസസ്സിങ്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ചെറിയൊരു ചേഞ്ച് ഓഫ് സെറ്റപ്പ്. ഒന്നുമില്ല, ഇന്നൊരു സൺഡേ അല്ലേ, അപ്പോൾ എണീറ്റപ്പോൾ നേരം വഴുകിപ്പോയി. റീസൺ എന്താ വെച്ചാൽ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് അന്നൂസ് ഫുട്പാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ, അവരുടെ റിലേറ്റഡ് ആയിട്ട് ഒരു ന്യൂസ് ഇന്നലെ മെയിൻ സ്ട്രീം മീഡിയയിൽ വന്നിട്ടുള്ള ന്യൂസ് ഞാനെടുത്ത് റിയാക്ട് ചെയ്തിരുന്നു. അതായത് വിസ തട്ടിപ്പ് റിലേറ്റഡ് ആയിട്ട് അവരുടെ ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്തു, ഇവർ 1-ാം പ്രതിയാണ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ഇന്നലെ ഒരുവിധം എല്ലാ മെയിൻ സ്ട്രീം മീഡിയ എല്ലാവരും ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ്. ഞാനെടുത്ത് റിയാക്ട് ചെയ്തിരുന്നു. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്തു, പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ട്. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള വീഡിയോ ക്ലിപ്പ് ഷെൽമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വീഡിയോ ക്ലിപ്പാണ്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാനിത് കഴിഞ്ഞ് വെക്കാം. കാരണം വെച്ചാൽ അവർ പറഞ്ഞ പ്രകാരം അവരും ഈ ഒരു ചതിയിൽ വീണിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്നും പൈസ പറ്റിക്കപ്പെട്ടു. സത്യം പറഞ്ഞാൽ പാവം തോന്നിപ്പോയി. കാരണം വെച്ചാൽ പല മോഹങ്ങളായിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. പഠിച്ചതിന് ശേഷം ഇതുപോലുള്ള ആൾക്കാരുടെ കയ്യിൽ വന്നു ചേരുക, എന്നിട്ട് അവർ കാശ് പറ്റിച്ച് പോകുകയാണെങ്കിൽ ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. നമ്മളിപ്പോൾ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിയോ കാര്യങ്ങളോ അല്ല. പക്ഷേ ഇതുപോലെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ കോണ്ടന്റ് എടുത്ത് ചെയ്യുമ്പോൾ ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സങ്കടം തോന്നിപ്പോവും. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോൻ്റെ ഫസ്റ്റ് ഒരു പോർഷനിൽ കുറച്ച് ചാറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ കണ്ടു. ഇതെല്ലാ ഡീറ്റെയിൽസും, അതായത് ഈ അന്ന എന്ന് പറഞ്ഞ ലേഡിക്ക് അമൗണ്ട് കൊടുത്തിട്ടുള്ളതും ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതും അവർ അയച്ചിട്ടുള്ള വോയിസ് റെക്കോർഡ്സും എല്ലാ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞാൻ ഇന്നലെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അവരെനിക്ക് അയച്ചു തന്നു. അതിനുശേഷം ഞാൻ അവരായിട്ട് ഞങ്ങൾ ഓൺലൈനിൽ സംസാരിച്ചതിൻ്റെ ചെറിയൊരു പോർഷനും ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ വെക്കുന്നുണ്ട്. ഈ ഒരു പോർഷൻ ദയവീത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക പ്ലീസ്. ദയവ് ഇത് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറ്റുമെങ്കിൽ ആ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടുകൂടി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ പോകാണ്ടാവുക. ഇതിൻ്റെ കൂടെ ഞാൻ അവരായിട്ടുണ്ടായിട്ടുള്ള ആ വീഡിയോ കോളിൻ്റെ അവർ പറഞ്ഞിട്ടുള്ള അംശം കറക്റ്റായിട്ട് വെക്കുന്നു. കംപ്ലീറ്റ് വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഫുള്ള് ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല. കറക്റ്റ് റിലവൻറ്റ് പോർഷൻസ് മാത്രം അവർക്ക് എന്ത് സംഭവിച്ചു, എന്താണ് ആ കുട്ടിക്ക് ഉണ്ടായത് എന്നുള്ള ആ കുറച്ച് വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ കൂടെ വെക്കുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ അന്നൂസ് ഫുട്പാത്ത് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ ആ വളർച്ച നമുക്ക് ഒരുപാട് കാലത്തേക്ക് നിൽക്കും. നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഒരു രൂപ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഇതുപോലെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. അവരോടൊന്നും പറഞ്ഞു തന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അതിലേറെ വലിയ കാര്യങ്ങളാണ്, സംഗതികളായിരിക്കാം പുറത്ത് വരുന്നത്. എനിക്ക് അതിൻ്റെ വേറെ അബൌട്ട്സും കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ ഇത്രമാത്രം എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ലേഡി ഇവർ പറയുന്ന കാര്യങ്ങളും ഡയറക്റ്റഡ് കേൾക്കുക. ഞാനതിൻ്റെ കൂടുതൽ അതിലൊന്നും ആഡ് ചെയ്യുന്നില്ല. പറ്റിക്കപ്പെടാതിരിക്കുക. ഇതിന് പറ്റിക്കാനുള്ള ബുദ്ധി അല്ലെങ്കിൽ പറ്റിക്കാനുള്ള ആ ഒരു ഇത് ആരും കാണിക്കാതിരിക്കുക. ഒന്ന്, അല്ലെങ്കിൽ കാണിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദിവസം അത് നിയമത്തിൻ്റെ മുന്നിലോ പുറത്തോ വരും. ഒന്ന്. രണ്ടാമത്തത് ഇത്രയേ ഉള്ളൂ, പറ്റിക്കപ്പെടാതിരിക്കാൻ കഴിയുന്നത് ശ്രമിക്കുക. ബുദ്ധിമുട്ടാണ്. കാരണം ഇതുപോലത്തെ ആൾക്കാരൊക്കെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലുള്ളത്. നമുക്കറിയില്ല. ഇവരുടെ ഇത്രയും വലിയ ഫോളോവേഴ്സ് കൗണ്ടും ഇവരുടെ പറയുന്ന സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ വിശ്വസിച്ച് പോകും. ആൾക്കാർ എല്ലാവരും വിശ്വസിച്ച് പോകും. അങ്ങനെ വിശ്വസിച്ച് പൈസ ഏൽപ്പിച്ച് ഒരു മനുഷ്യൻ ഒരാളെ വിശ്വസിച്ചിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുക, അവരെ പറ്റിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടാകുന്ന വളർച്ചകൾക്കോ കാര്യങ്ങൾക്കോ ഒരിക്കലും ആ ഒരു വളർച്ച ഉണ്ടായിരിക്കില്ല. നമുക്കത് വെറും മൊമെൻ്ററിലി മാത്രമായിരിക്കും. കാരണം വീഴുന്ന സമയത്ത് നമ്മൾ ഒന്ന് പൊന്തിപ്പോവും. അപ്പോൾ വീഴുമ്പോൾ അതിൻ്റെ ഒരു വീഴ്ചയുടെ ആഘാതം കൂടും എന്ന് മാത്രം പറയുന്നു. വീഡിയോ കണ്ടോളൂ. ഇവര് അന്ന എന്നാണ് ഇവരുടെ പേര്, അന്ന ജോൺസൺ. ഞാൻ ഇന്ന് ആ വീഡിയോ ചെയ്തിട്ടുള്ള അവരല്ലേ, വീഡിയോ ചെയ്തിട്ടുള്ള അന്ന. അതെ അന്നൂസ് ഫുട്പാത്ത് അല്ലേ? അന്നൂസ് ഫുട്പാത്ത്. ഇവര് സെപ്റ്റംബർ 2023 എന്റെ കയ്യിൽ നിന്ന് 1,50,000 രൂപയോളം മേടിച്ചു. ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് പോവാനായിട്ട്, HCA UK പോവാനായിട്ട്. ടോട്ടൽ കോസ്റ്റ് ഇവര് പറഞ്ഞത് 15 ലക്ഷം രൂപയോളം ആയിരുന്നു. അപ്പൊ ഇവരുടെ കെയർ ഓഫിൽ തന്നെ നമ്മള് നാരിക് സർട്ടിഫിക്കേഷൻ ഇവര് ചെയ്തു തന്നു.
ഇവര് ചെയ്തു തന്നെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള ഏജൻസികളിലെല്ലാം 25,000 ആവുന്നുണ്ടായിരുന്നു. നമുക്ക് കോട്ടയത്ത് 25,000 ആവുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ അടുത്ത് 32,000 ആയി. അപ്പൊ ഞാൻ അത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അവരത് സമ്മതിക്കുന്നില്ല. ഇവിടെ ഇത്രയാണ്, നമ്മൾ തന്നെ ഇതിന്റെ എല്ലാം ഇങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പൊ ക്ലിയർ ആണ്, ഞാൻ ഡയറക്ട്ലി നിങ്ങൾക്ക് അയച്ചു തരാം എന്ന് പറഞ്ഞാണ് അവരത് അന്ന് ചെയ്തത്. ഓക്കെ, ഞാൻ അവരെ ട്രസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് സെപ്റ്റംബറിലാണ് ഞാൻ ഇത് അയക്കണേ ഇവർക്ക് ഫസ്റ്റ് ഈ പേയ്മെന്റ് അടയ്ക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിനെ പറ്റിയിട്ട് ഒരു റെസ്പോൺസും ഇല്ല. സെപ്റ്റംബർ 2023 യെസ്. എന്നിട്ട് ഇവർ ഡിലേ ആവുകയാണ്. എന്നിട്ട് ഇവര് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് ലോൺ അവൈൽ ആവാനായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിത് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പം മാഡത്തിന് ഇത് വേറെ എന്തെങ്കിലും UAE നോക്കാനോ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ മാഡം എനിക്ക് ക്യാഷ് റിട്ടേൺ തന്നേക്കോന്ന് ഞാൻ ആദ്യമേ അവരോട് പറഞ്ഞു. ക്യാഷ് എനിക്ക് റിട്ടേൺ തന്നേക്കാൻ പറഞ്ഞു. വേറെ ഓപ്ഷൻസ് ഞാൻ നോക്കാം എന്ന് അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഇങ്ങോട്ട് ക്യാഷ് അയച്ചേക്ക്, അടച്ച എമൗണ്ട് തിരിച്ച് റിട്ടേൺ തന്നേക്കാൻ പറഞ്ഞു. പക്ഷെ അപ്പൊ അവര് പറഞ്ഞു വെയിറ്റ് ചെയ്യൂ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും നമ്മൾ അവരെ വിശ്വസിച്ചു. അല്ല, അവർക്ക് ക്യാഷ് റിട്ടേൺ പോളിസി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഗ്രിമെന്റ് ഉണ്ടോ? ഇല്ല, എന്റെ കയ്യിൽ നിന്ന് എഗ്രിമെന്റ്സ് ഒന്നും സൈൻ ചെയ്യിപ്പിച്ചിട്ടില്ല അവര്. ഞാൻ ചോദിച്ചു എന്തെങ്കിലും കോൺട്രാക്ട് ഉണ്ടോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞില്ല, അതൊന്നും ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞു. അതായത് നമ്മൾ കൊടുത്ത കാശിന് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ഇതേപോലെ പൈസ റീഫണ്ട് തരില്ല. അങ്ങനെ ഉള്ള വല്ല കണ്ടീഷൻസും അവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലില്ല, ഒരു കണ്ടീഷൻസും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്കിത് റിട്ടേൺ തരും എന്ന് തന്നെയാണ് അവര് പറഞ്ഞത്. റിട്ടേൺ തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എങ്ങനെ കോൾ ആയിരുന്നോ? എന്തായിരുന്നു ഇത് തന്നെ അവര് ബോട്ടിംഗ് കോൾ സംസാരിക്കരുത്. അല്ലാതെ അവരെ ഞാൻ കോൾ ചെയ്യുമ്പോഴൊന്നും അവര് ഫോൺ എടുക്കില്ല. മെസ്സേജസ് ഒന്നും അവര് റിപ്ലൈ ചെയ്യത്തില്ല. അവർക്ക് എപ്പോഴും പനിയാണ്, വയ്യ ഇത് തന്നെയാണ്. ഡെയിലി നമ്മൾ മെസ്സേജ് അയക്കും, കോൾ ചെയ്യും, ഒരു റെസ്പോൺസും അവരുടെ ഭാഗത്തൊന്നും ഉണ്ടാവാറില്ല. അവർക്ക് വയ്യ, അവരെന്തൊക്കെയോ പ്രശ്നങ്ങളിലാണ് എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ലാസ്റ്റ്ലി അവരെന്നോട് UAE ഇവിടെ ദുബായില് അവരുടെ കെയർ ഓഫ് അഹ്ലാം ജോബ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാവൽസ്, അവർക്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അവര് നോക്കിക്കോളും. അപ്പം ആ ക്യാഷും കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രോബ്ലം ഇല്ല, മോൾക്ക് അവിടെ ജോബ് ആകും. അപ്പൊ അവരോട് ഞാൻ ചോദിക്കുന്നുണ്ട്, അപ്പൊ ഇതിന്റെ ബാക്കി എങ്ങനെയാണ്, ഇതിന്റെ ക്യാഷിന്റെ കാര്യം എങ്ങനെയാണ് മാഡം അവർക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവര് പറഞ്ഞു ഓക്കെ, അത് എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും അവര് കോൾ എടുക്കുന്നില്ല. അപ്പൊ ഞാൻ ദുബായിലേക്ക് വന്നപ്പോ ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾ കയ്യിൽ കീപ്പ് ചെയ്യുന്ന ഒരു ടൈം ആയിരുന്നു ഞാൻ പോരുമ്പോ. അപ്പോ ഈ ട്രാവൽസിൽ അവര് ക്യാഷ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഈ ട്രാവൽസിൽ ഞാൻ ഈ 2 മാസത്തെ പേയ്മെന്റ് കംപ്ലീറ്റ് ഞാൻ തന്നെ അടച്ചു. പേയ്മെന്റ് നമ്മൾ അടച്ചു. ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇത് റെസ്പോണ്ട് ചെയ്യുന്നില്ല. എന്നെ കൊണ്ടുവന്ന ആ ഒരു ട്രാവൽസിലെ ആള് കോണ്ടാക്ട് ചെയ്തിട്ട് ഇവര് ഒരു റെസ്പോൺസും ഇല്ല. അതിനുശേഷം കഴിഞ്ഞ വർഷം 2023 ലാസ്റ്റ്ലി ഒക്ടോബർ ആ ഒരു സമയത്ത് ഇവരെനിക്കൊരു വക്കീലിന്റെ നമ്പർ തന്നു. ആ വക്കീൽ ഈ കേസ് ഫോളോ ചെയ്തോളും, ഇത് ചെയ്തോളും, എന്റെ ഡീറ്റെയിൽസ്, അമ്മയുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് കേസ് ഫയൽ പറഞ്ഞു. ഇവര് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അന്ന ജോൺസൺ തന്നെ പറഞ്ഞിട്ട് ഒരു വക്കീലിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നു. ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. നാട്ടിലുള്ള വക്കീല്, എന്താണ് പേര് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ അദ്ദേഹത്തോട് വോട്ടിംഗ് കോൾ ചെയ്തു, സംസാരിച്ചു. എന്നിട്ട് പിന്നെ പറയുന്നത് ഇവർക്ക് കേസ് കൊടുത്തിരുന്നവരെല്ലാം ചെക്ക് ക്യാഷ് ഇല്ലാത്ത ചെക്കാണ് കൊടുത്തേക്കുന്നത് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാ അയാള് ഈ ബിബിൻ ജോർജ് എന്ന് പറയുന്ന ഒരാളുടെ അക്കൗണ്ടിലേക്കാണ് ക്യാഷ് ഇട്ട് കൊടുത്തത്. അപ്പൊ അങ്ങനെ കേൾക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അവരെ ഞാൻ വിളിച്ചിട്ട് ഒരു റെസ്പോൺസും ഇല്ല. അവരുടെ കയ്യിലല്ല എന്ന് മാത്രമാണ് അവര് പറയുന്നത്. ഞാൻ അവരെ മാത്രം വിശ്വസിച്ചാണ് ഇങ്ങോട്ട് പോകുന്നത് തന്നെ, ഇവരെ മാത്രം വിശ്വസിച്ചു. നിലവിൽ എനിക്കിപ്പോ ജോബ് ആയിട്ടില്ല. മനസ്സിലായി. മീൻസ് ഇപ്പൊ വിസിറ്റ് വിസയിലാണോ UAE? അതെ, വിസിറ്റ് വിസയിലാണ് ഞാൻ. നിലവിൽ ഞാൻ വിസിറ്റ് വിസയിലാണ്. ഇവര് കോള് ചെയ്യുമ്പോ ഇവര് കോള് കട്ട് ചെയ്താണ് വിടുന്നത്. ഇപ്പൊ 9 മാസത്തോളമായി ഞാൻ. ഇപ്പൊ ലാസ്റ്റ് ഞാൻ സംസാരിച്ചത് ഡിസംബർ ആണെന്ന് തോന്നുന്നു, നവംബർ ഡിസംബർ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ മെസ്സേജ് അയച്ചു, പക്ഷെ ഇവര് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇവര് ഡിലീറ്റ് ചെയ്തിട്ട് പോവുക,
അവർക്ക് ശരി. ബോട്ടിംഗ് കോൾ എടുക്കാൻ അറിയില്ല എന്ന് മെസ്സേജ് ചെയ്യാ. അത് ശരി. ഈ അങ്ങനെ ലാസ്റ്റ് ടൈം ഈ കാശിന്റെ കാര്യം പറഞ്ഞത് എപ്പോഴാ തരാന്നുള്ളത് പറഞ്ഞത്? തരാന്ന് പറഞ്ഞത് ഒക്ടോബർ 24 അല്ലേ? അവരുടെ മകള് ഓസ്ട്രേലിയയിലാണല്ലോ പഠിക്കുന്നത്. കേട്ടു. ഓസ്ട്രേലിയയിലാണ് പഠിക്കുന്നത്. പക്ഷെ നമ്മൾ എത്ര പേര് ഇങ്ങനെ പ്രതീക്ഷയോട് കൂടിയാ പോന്നേക്കുന്നത് ഇവരുടെ വാക്ക് കേട്ടിട്ട്. ഒരുപാട് എനിക്കറിയില്ല, ആ സമയത്ത് എന്റെ ഒപ്പം തന്നെ അപ്ലൈ ചെയ്തേക്കുന്ന എത്രയോ പേരുണ്ടാവും. എത്ര പേരുണ്ടാവും. മനസ്സിലായി. ഇവര് കോളും എടുക്കുന്നില്ല, മെസ്സേജിന് റിപ്ലൈയും ഇല്ല, ഒന്നുമില്ല. അത് മാത്രമല്ല, ഇവരെ മാത്രം ട്രസ്റ്റ് ചെയ്താണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. മനസ്സിലായി. അപ്പൊ എന്റെ കയ്യിൽ ആ സമയത്ത് ക്യാഷ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യായിരുന്നു? ഇവരാണ് പറഞ്ഞ് ഏൽപ്പിച്ചതെന്ന് പറഞ്ഞത് എന്നോട്. കാരണം ഞാൻ ഇവർക്ക് കൊടുത്തേക്കുന്ന ക്യാഷ് അവരവിടെ കൊടുത്തുന്ന്, ഞാൻ വന്ന് ട്രാവൽസിൽ അവര് കൊടുത്തു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇവരുടെ ഈ വീഡിയോസിലാണ് എല്ലാവരും വീഴുന്നത്. ഇവരുടെ വീഡിയോസിലാണ് എല്ലാവരും വീഴുന്നത്. മനസ്സിലായി. കാരണം ഇവര് പറയുന്നത്, കാരണം ക്യാഷ് അത്രത്തോളം എടുക്കാൻ, ഇപ്പൊ 15-20 ലക്ഷം രൂപ എടുക്കാൻ ഇല്ലാത്തവർക്ക് ഇത് കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇവര് സ്പോസ് വിസയിൽ മറ്റേ ഡിപെൻഡന്റ് വിസയിൽ കൊണ്ടുപോകാൻ പറ്റുമല്ലോ. സോ മാനേജ് ചെയ്യാത്ത ആൾക്കാര് തമ്മില് എന്നോട് പറഞ്ഞതാണ് ഇത്. ഞാൻ ആകപ്പാടെ പെട്ടൊരവസ്ഥയിലാ. ഇവര് എനിക്കെന്ന് പറഞ്ഞാല് എനിക്ക് അവര് പറഞ്ഞത് 20 ലക്ഷം രൂപയായിരുന്നു UK പോവാനായിട്ട്. ബട്ട് എനിക്ക് അത്രയും എമൗണ്ട് ഒന്നിച്ച് എടുക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് 10 ലക്ഷം ഞാനും 10 ലക്ഷം വേറെ ഒരാളും, ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, വേറെ ഒരു ആളുടെയും കൂടി ഇതാക്കിയിട്ട് അവരും 10 ലക്ഷം മുടക്കും, ഞാനും 10 ലക്ഷം രൂപ മുടക്കിയിട്ട് 20 ലാക്സ് ടോട്ടൽ അവൻ എന്റെ ഡിപ്പെൻഡന്റ് ആയിട്ട്. അപ്പൊ ഞാൻ ക്യാഷ് കുറച്ചു എന്ന് വെച്ചാൽ ഇവര് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, മാരേജ് സർട്ടിഫിക്കറ്റ്, അല്ലാതെ ഉള്ള സർട്ടിഫിക്കറ്റുകൾ, കാര്യങ്ങള് എല്ലാം ഉണ്ടാക്കാൻ. അതായിരുന്നു അവരുടെ പ്ലാൻ. ഞാനത് പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് ജെന്യുവൻ ആയിട്ട് എന്റേതായ ഇതിൽ തന്നെ പോയാൽ മതി എന്ന് പറയും. മോളെ അങ്ങനെയല്ല, ഇത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി, രക്ഷപ്പെടാൻ ഇതാണ് നല്ലത്. നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ജോബ് മോർ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മള് എന്താണ് അതിനെ പറ്റുന്ന ഓപ്ഷൻ നമുക്ക് അറിയില്ലല്ലോ. ഇത്രയും ക്യാഷ് നമ്മൾ സ്പെൻഡ് ചെയ്യുകയും ചെയ്ത് ഈ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് ഇവര് പറയുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ, മോളെ നമുക്ക് UK അങ്ങോട്ടേക്ക് ആവുമ്പോഴത്തേന് ഒത്തിരി കോസ്റ്റ് ആവുന്നില്ലല്ലോ. മീൻസ് പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് 18 വയസ്സ് വരെ ഫ്രീ ആണല്ലോ. അതൊക്കെ പറഞ്ഞാണ് ഇവര് അട്രാക്ട് ചെയ്യുന്നത്. അതൊക്കെ പറഞ്ഞാണ് മാക്സിമം ഒരുപാട് ആളുകളെ ഇവര് കെണിയിൽ വീഴ്ത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകളെ ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം എനിക്ക് തന്നെ ഇതിന്റെ ഫണ്ട് ആയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്റെ ഒപ്പം പോകുന്നവരുടെ എല്ലാം COS വന്നു എന്നും പറഞ്ഞ് അവരെനിക്ക് കുറെ COSന്റെ ലിസ്റ്റസ് എനിക്ക് അയച്ചു തന്നു. ആ ഒരു എന്റെ മാത്രം ആയിട്ടില്ല. അപ്പം എന്റെ ആയില്ല എന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വരാൻ നിൽക്കുന്നവരുടെ കാര്യവും ആവില്ല, താൻ കാരണമാണ് അവർക്ക് പ്രോബ്ലം വരുന്നത്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അത് സോഫ്റ്റ് ആയിട്ടാണ് അവര് സംസാരിക്കുന്നത്, വളരെ സോഫ്റ്റ് ആയിട്ട് ആണ് സംസാരിക്കുന്നത്. ഞാൻ ആ COSന്റെ ആ ഡീറ്റെയിൽ അത് എനിക്ക് അയച്ചു തന്ന സാധനമൊക്കെ ഞാൻ അയച്ചു തരാം. ഇങ്ങനെ ആരെയും പറ്റിക്കരുത്. നമ്മൾ പ്രതീക്ഷയോട് കൂടി വരുമ്പോ, ഇപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോ ഞാൻ എന്താ വിചാരിക്കുന്നേ, എന്റെ നമ്മൾ എല്ലാവരും കയ്യിൽ ക്യാഷ് ആയിട്ട് വരണം എന്നില്ല. നമുക്ക് ജോബ് പോലും ഇല്ലാത്ത സിറ്റുവേഷൻ ആണ്. എല്ലാവരും പല പല സിറ്റുവേഷനിൽ നിന്ന് വരുന്നതായിരിക്കും. ആരും വെറുതെ ഒരു വിദേശ രാജ്യത്ത് ആരും വെറുതെ വന്ന് നിൽക്കില്ലല്ലോ. ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ഏൺ ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇവിടെ വന്ന് കഴിയുമ്പോൾ നമ്മള് ഓൾറെഡി അവരുടെ കയ്യിൽ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. UK തന്നെ ഒരു സംഭവം സെറ്റായിട്ടുണ്ട്. ഒരു വീട്ടിൽ നിൽക്കുന്നതാണ്. നീ ഇപ്പം പൈസയൊന്നും കൊടുക്കണ്ട, നോക്കണോ നിനക്ക്? എന്നോട് അവർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് നിന്റെ കാര്യം ഓർമ്മ വന്നത്. മറ്റേത് പൈസ കിട്ടും, എല്ലാവർക്കും കൂടെ മാസ് പെറ്റീഷനായിട്ട് ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. നടക്കുന്നത് നോക്കാം നമുക്ക് എന്താവുന്നുള്ളത് കേട്ടോ. മോളെ കേസിന് അവർ FIR ഇട്ട് ഒരു കേസിൻ്റെ മേലെ, പക്ഷേ അതിൽ 3-ാം പ്രതി ഞാനാണ്. അപ്പം അങ്ങനെ നടക്കുന്നത് നോക്കാം നമുക്ക് എന്താവുന്നുള്ളത്. എൻ്റെ ഇപ്പുറത്തെ, അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൻ്റെ തൊട്ടിപ്പുറത്തുള്ള കമ്പനീൻ്റെ MD ആണ്. അവർക്കാണ് ഞാൻ പറഞ്ഞത് UK ഒരാളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത്. നിനക്കാണെങ്കിൽ ഓൾറെഡി UK എല്ലാം ചെയ്തു വെച്ചതല്ലേ, അപ്പം നീ പുള്ളീനെ അന്വേഷിച്ച് പറഞ്ഞാന്ന് പറഞ്ഞിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി.
മോളെ അങ്ങനെ ഒരു ജെന്യൂനിറ്റി അവർക്ക് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ വിസ റഫ്യൂസിൽ വരും. ഞാൻ ഇതിന് മുമ്പ് ഒരു കൊച്ചിനോട് പറഞ്ഞിട്ട് ആ കൊച്ചു വില്ലിങ് ആയിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ നീ എന്നെ നേരിട്ട് വന്ന് കണ്ടതുകൊണ്ടാണ് എനിക്ക് കൂടുതലൊരു എനിക്ക് പോവാനായിട്ട് കല്യാണത്തിൻ്റെ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇവർ അയച്ചു തന്ന സ്ക്രീൻഷോട്ടാണ്. മറ്റാരോ അതിന് വില്ലിങ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്ന ഒരു ഒരു മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിപ്പോൾ അയച്ചതും അതിൻ്റെ വോയിസ്. എല്ലാവരും വന്നു കണ്ടോ, എല്ലാവരുടെയും COS വന്നു. നീ കാരണം ലേറ്റ് ആകുമ്പോൾ എന്താ പറയുക, വല്ല റൂൾസും ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ആ പ്രാക്ക് എനിക്കും കൂടെ കിട്ടും. റൂൾസ് ചേഞ്ച് ആവുകയാണ് ഡിസംബറിൽ, മനസ്സിലായോ? പിന്നെ ആർക്ക് സ്കിൽഡ് വർക്കർ എന്ന് പറഞ്ഞ ഡിഗ്രിക്കാർക്ക്. മോളെ ഇനി വെയിറ്റ് ചെയ്യാൻ അധികം സമയമില്ല. നീ എനിക്ക് സൺഡേ അല്ലെങ്കിൽ മൺഡേ എനിക്ക് നീ കറക്റ്റ് യെസ് ഓർ നോ എന്നുള്ളത് എൻ്റെ അടുത്ത് പറയണേ. കാരണം എനിക്കിങ്ങനെ കയറില്ലാതെ എനിക്ക് അവരെ കെട്ടിയിടാൻ പറ്റില്ല. അപ്പോൾ അവരവരുടെ വഴി. മോളെ UK കെയർ വിസ സ്റ്റോപ്പ് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണം. നീ പറ കേട്ടോ. മോളെ ഞാൻ ഇന്നിപ്പോൾ വിളിക്കണം എന്ന് ഓർത്തെയാണ് നിന്റെ ലോൺ റെഡിയായോ? എമൗണ്ട് റെഡിയായോ? കാരണം 13,000 പൗണ്ട് UK എത്തിയാലേ 13,000 to 14,000 പൗണ്ട് UK എത്തിയാലേ അവർ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അവർ അന്ന് 3 ഇട്ടായിരുന്നു, ബാക്കി അവർ തിങ്കളാഴ്ച ഇടും. അപ്പം നിന്റെ കാര്യം ഒന്ന്. ഇത് കണ്ടോ ഷെൽമി, ഇന്നലെ ഞങ്ങളുടെ കടയിൽ വന്നിട്ട് ഒരു ഫാമിലി വന്നിരുന്നതാ ബിബിൻ പൈസ കൊടുക്കാനുള്ള. മോളെ എൻ്റെ വെഡ്ഡിങ് റിങ് വരെ ഞാൻ വിറ്റ്. ഞാൻ റോൾഡ് ഗോൾഡിൻ്റെ പാദസരമൊക്കെ ഇട്ടാണ് നടക്കുന്നത്. എൻ്റെ മോളുടേത് എല്ലാം അത്രയും ബുദ്ധിമുട്ടിലേക്ക് പോയി. നിൻ്റെതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൗണ്ടിലെ കൺവേർഷൻ റേറ്റും അലോക്കേഷൻ പൈസ എല്ലാം പിടിച്ചിട്ട് തരാമെന്ന് പറഞ്ഞതായിരുന്നു എൻ്റെ അടുത്ത്. പക്ഷെ 50 പൈസ പോലും തന്നിട്ടില്ല. ഇനിയും ഒന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഞാനിപ്പോൾ അഡ്മിഷനും കാര്യങ്ങളും ചെയ്യുന്നു.